കാക്കനാട് ജയിലിന് അകത്തും പുറത്തും നാടകീയമായ സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ രാത്രിയിലും ഈ പകലും അരങ്ങേറിയത്. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാതിരുന്നതാണ് ഈ നാടകീയ സംഭവവികാസങ്ങൾ കാരണം. ഒടുവിൽ കോടതി കണ്ണുരുട്ടിയപ്പോൾ നല്ല പുള്ളിയായി ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ നടത്തിയ ചില പരാമർശമുണ്ട്. അതായത് തന്റെ സഹതടവുകാർക്ക്, റിമാൻഡിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയാണ്, സഹതടവുകാർക്ക് വേണ്ടിയാണ് താൻ ജയിലിൽ തന്നെ തുടർന്നതെന്ന്. ഇതോടെ കോടതി നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. ബോബി ഹൈക്കോടതിയോട് കളിക്കാൻ ശ്രമിക്കുകയാണ്. റിമാൻഡ് തടവുകാരുടെ കാര്യം നോക്കാൻ ഇവിടെ കോടതിയുണ്ട്. കുറെ മാധ്യമ ശ്രദ്ധ കിട്ടാനായി ഇത്തരം പരിപാടികൾ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കോടതിക്ക് നന്നായി അറിയാം. ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ വിചാരണ നടത്തിക്കും. അതിനും കോടതി മടിക്കില്ല എന്ന് താക്കീത് നൽകിയിട്ടുണ്ട്. തടവുകാരെ സഹായിക്കാനാണ് ജാമ്യം ലഭിച്ചിട്ടും തലേന്ന് പുറത്തിറങ്ങാതിരുന്നതെന്ന് മാധ്യമങ്ങളോട് ബോബി പറഞ്ഞോ എന്നറിയാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, കോടതി നിലപാട് ഘടിപ്പിച്ചിരിക്കുന്നു. 2 തവണ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഈ കേസ് പരിഗണിക്കുന്നു. കടുത്ത നിലപാടിലേക്ക് പോകുമോ? എന്തായിരിക്കും കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? നിലവിൽ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനോട് ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. എപ്പോഴാണ് കേസ് ഇനി പരിഗണിക്കുക? ടോം, 2 മണിയോടുകൂടി കേസ് പരിഗണനയ്ക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും കോടതിക്ക് അറിയേണ്ടത്, ഹൈക്കോടതി നേരിട്ട് ജാമ്യം കൊടുത്ത ഒരു കേസിൽ എന്തുകൊണ്ട് പ്രതി ഇന്നലെ പുറത്തിറങ്ങിയില്ല എന്നാണ്. ജാമ്യം ഉത്തരവ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ലഭ്യമാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രതി ഇന്നലെ ജാമ്യ ഉത്തരവ് നേടിയിട്ടും പുറത്തിറങ്ങാതെ വന്നത്? അതിൻ്റെ വിശദാംശങ്ങൾ കോടതിക്ക് അറിയേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കണം. അത് പ്രതിഭാഗം അഭിഭാഷകരും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകളും പറയണം. കാരണം എപ്പോഴാണ് ഈ ഉത്തരവിൻ്റെ കാര്യങ്ങളും കോപ്പികളും എല്ലാം കൈവശമാകുന്നത്, ജയിലിലേക്ക് കൈമാറാൻ എപ്പോൾ സജ്ജമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയണം. പ്രോസിക്യൂഷനോട് കൃത്യമായും ഇക്കാര്യങ്ങൾ സർക്കാർ വിഭാഗം അറിയിക്കേണ്ടത്. എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ജയിൽ അധികൃതർക്ക് മുന്നിലേക്ക് എത്തിയത്? എന്തെങ്കിലും തടസ്സം അവിടെ ഉണ്ടായിരുന്നോ? ഈ കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താമസങ്ങളോ കാര്യങ്ങളോ ഏതെങ്കിലും രീതിയിൽ അവിടെ നേരിട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഭാഗത്തു നിന്ന് വിശദീകരിക്കുകയും വേണം. അങ്ങനെ ഈ 2 കാര്യങ്ങളിലൊരു വ്യക്തതയാണ് കോടതി തേടുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാമെന്ന് കോടതി പറയുകയും ചെയ്തു. ഇന്ന് സ്വമേധയാ ഈ കേസ് കോടതി പരിഗണിക്കുകയായിരുന്നു. ഇന്നലെ ജാമ്യം നൽകിയ പ്രതിയുടെ ഒരു കേസാണ് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നത്. അതിനിടയാക്കിയ സാഹചര്യമാണ് പരിശോധിക്കേണ്ടത്. കാരണം തികച്ചും നാടകീയമായ രംഗങ്ങൾ തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായപ്പോൾ തൊട്ട് ഉണ്ടായിരുന്നത്. അത് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചപ്പോൾ മുതൽ ഈ കാര്യങ്ങളിൽ വീണ്ടും നാടകീയതയിലേക്ക് പോവുകയും ചെയ്തു. കോടതി ജാമ്യം അനുവദിച്ചിട്ടും പുറത്തേക്ക് താൻ ജയിലിൽ തന്നെ തുടരുകയാണ് എന്നത് വ്യക്തമാക്കുന്നു. അതിന് പറഞ്ഞ കാരണം അവിടെ വിചാരണ കഴിഞ്ഞും അതോടൊപ്പം തന്നെ റിമാൻഡിലുണ്ടായിരുന്ന ആളുകളുണ്ട്, തടവ് പുള്ളികളുണ്ട്, റിമാൻഡിൽ കഴിഞ്ഞിരുന്നവരുണ്ട്. അവർ കാലാവധി കഴിയുന്നു. ചിലർക്ക് അതിൽ കെട്ടിവെക്കാനുള്ള തുക, ജാമ്യ വ്യവസ്ഥകൾ പ്രകാരമുള്ള തുക കെട്ടിവെക്കാനില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പരിശോധിക്കാൻ എന്ന രീതിയിൽ, അവരുടെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന രീതിയിൽ അദ്ദേഹം അവിടെ തുടരാൻ തീരുമാനിക്കുക എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത്. അതായത് ജാമ്യം കിട്ടിയിട്ടും തൽക്കാലം താൻ പുറത്തേക്കില്ല, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം പുറത്തേക്ക് വരാമെന്ന രീതിയിലുള്ളൊരു മറുപടി അദ്ദേഹം നൽകിയെന്നായിരുന്നു പറഞ്ഞത്. അത് കോടതിയിൽ നിന്ന് നേടിയെടുത്ത ജാമ്യത്തെക്കുറിച്ച് നമ്മുടെ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പണത്തിന്റെ ഹുങ്കിൽ ബോബി ചെമ്മണ്ണൂർ നീക്കങ്ങൾ നടത്തുന്നു. അതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഇന്നലെയും ഇന്നുമൊക്കെ ജയിലിനുള്ളിൽ കണ്ടത്. രാവിലെ ബോബിയുടെ അഭിഭാഷകരെ വിളിച്ചു വരുത്തിയ കോടതി എന്തുകൊണ്ടാണ് ചൊവ്വാഴ്ച കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും പുറത്തിറങ്ങാതിരുന്നതെന്ന് നിലപാട് തേടിയിരുന്നു. പിന്നാലെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും കോടതിയെ ധിക്കരിച്ചാൽ ജാമ്യം റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത്തരമൊരു കടുത്ത നടപടിയിലേക്ക് കോടതി നീങ്ങുമോ ഡാനി? ടോം, ഇന്നലെ ഈ കോടതി തന്നെയാണ് ജാമ്യം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ജാമ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ജാമ്യം റദ്ദ് ചെയ്യുക എന്ന രീതിയിലേക്ക് ഒരു പക്ഷേ നീങ്ങിയേക്കില്ല. പക്ഷെ കോടതി ഇന്ന് 2 തവണയും കേസ് പരിഗണിച്ചപ്പോൾ 2 തവണയും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം ജാമ്യം റദ്ദാക്കാൻ മടിക്കില്ല എന്ന വാചകമാണ്. അത് 2 തവണയാണ് കോടതി 2 ഘട്ടങ്ങളിലായിട്ട് പറയുകയും ചെയ്തത്. അതുകൊണ്ട് നിലപാട് അത്രമേൽ കർക്കശമാക്കി കോടതി മുന്നോട്ട് പോവുക തന്നെയാണ്. ഇപ്പോൾ
അത് തന്നെയാണ് കോടതിയുടെ നിലപാട്. കാരണം ഈ ബോബി ചെമ്മണ്ണൂർ കളിച്ചത് ഒരു നാടകം തന്നെയാണ് എന്ന രീതിയിലേക്ക് പറയുകയും നിശ്ചിതമായ ഭാഷയിൽ അതിനെ വിമർശിക്കുകയും ചെയ്തു. അതുമാത്രവുമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നേരത്തെ വെച്ച ഉപാധികൾ, ആ ഉപാധികളിൽ ഒരിടത്ത് പോലും പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷേ ഇന്ന് കോടതി സ്വമേധയാ ഈ കേസിലേക്ക് കടന്നു പോകുമ്പോൾ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒരു കടുത്ത ഉപാധി തന്നെയാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്ന രീതിയിലേക്ക് കോടതി പറഞ്ഞിരിക്കുന്നു എന്നതാണ്. അത് കോടതി സ്വമേധയാ എടുത്ത നിലപാട് തന്നെയാണ്. അത് കർക്കശ സ്വഭാവത്തോടു കൂടിയുള്ളതാണ്. ഇവിടെ ബോബി ചെമ്മണ്ണൂർ കാര്യങ്ങളെല്ലാം തന്നെ ഇടപെട്ട് പരിഹരിക്കുകയാണെങ്കിൽ ഇവിടെ ജുഡീഷ്യറിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. തനിക്ക് മുകളിൽ ആരുമില്ല എന്നൊരു തോന്നൽ ബോബി ചെമ്മണ്ണൂരിനുണ്ട്. പക്ഷേ അതങ്ങനെയല്ല, ഇത് കോടതിയാണ് എന്ന് പലവട്ടം ബോബി ചെമ്മണ്ണൂരിനെ ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് ഈ 2 തവണയും കേസ് പരിഗണിക്കുമ്പോൾ കടന്നുപോയിരുന്നത്. രൂക്ഷമായ ഭാഷയിൽ ബോബി ചെമ്മണ്ണൂരിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇത് 2 തവണ മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ 2 വട്ടവും കോടതിയുടെ അതിനിശിതമായ വിമർശനങ്ങളേറ്റ് അത് നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എല്ലാം തന്നെ വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ഒരു നാടകമാണ്, ഒരു PR വർക്കാണ് എന്ന രീതിയിലേക്ക് കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഇത് ബോബി ചെമ്മണ്ണൂർ ക്ഷണിച്ചു വരുത്തിയത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ജയിലിനകത്ത് കഴിയാൻ ഇടയാക്കുന്ന സാഹചര്യം, കാരണം ജയിൽ പോലൊരു സംവിധാനത്തിൽ നമ്മളുടെ ഇഷ്ടപ്രകാരം കഴിഞ്ഞു പോകാൻ പറ്റിയൊരു സ്ഥലം തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഡാനി സൂചിപ്പിച്ചതുപോലെ ബോബി ചെമ്മണ്ണൂർ ക്ഷണിച്ചു വരുത്തിയതാണ് കോടതിയുടെ ഈ രൂക്ഷ വിമർശനം അടക്കം. എന്നാൽ ഇപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു. എന്നാൽ കോടതി ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്ന സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. അങ്ങേരെ എന്തോ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചല്ലോ, തടവുകാർക്ക് എന്തോ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചല്ലോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അയാൾ ജുഡീഷ്യറിയെ കുറിച്ച് വേവലാതിപ്പെടേണ്ട, ബിസിനസ് നോക്കി നടത്തിക്കോട്ടെ തുടങ്ങിയ വിമർശനങ്ങൾ തന്നെയാണ് കോടതി ഉയർത്തുന്നത്. ഡാനി, വിശദാംശങ്ങൾ. ടോം, ഇപ്പോൾ കോടതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു, കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിരിക്കുന്നു. ഏറ്റവും തുടക്കം ബോബി ചെമ്മണ്ണൂർ കോടതിയോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ കോടതി പറഞ്ഞ കാര്യം രസകരമാണ്. കാരണം കോടതി വാക്കുകളായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്, അങ്ങേര് എന്തോ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചല്ലോ തടവുകാർക്കെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. വീണ്ടും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി എന്ന് പറയുന്നു. കോടതി പറഞ്ഞിരിക്കുന്നു അയാൾ ജുഡീഷ്യറിയെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ബിസിനസ് നോക്കി നടത്തിക്കൊള്ളട്ടെ എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. സ്ലിപ്പ് ഓഫ് ടങ് ആണെന്ന് പ്രതിഭാഗം, നാവുപിഴയാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ജിയോ പോൾ ബോധിപ്പിച്ചിരിക്കുന്നു. എങ്കിലും കോടതിയുടെ നിരീക്ഷണം കടുത്തതാണ്. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അങ്ങേരെന്തോ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്നല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഇനി ഇത്തരത്തിൽ വാ തുറക്കരുതെന്ന് ബോബിക്ക് മുന്നറിയിപ്പ് നൽകിയതായി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജിയോ പോൾ കോടതിയെ അറിയിക്കുകയാണ്. കാരണം ഈ രീതിയിലുള്ളൊരു പരാമർശങ്ങൾ ഗുരുതരമായിരിക്കും എന്നത്, അതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കുമെന്ന് കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ജിയോ പോൾ ഇപ്പോൾ കോടതിക്ക് മുൻപാകെ പറഞ്ഞിരിക്കുന്നത്. കോടതി ഏതായാലും ഈ കേസ് പരിഗണിക്കുമ്പോൾ വളരെ നിശിതമായിട്ട് തന്നെയാണ് കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഭാഷാ പ്രയോഗത്തിൽ തന്നെ അത് വ്യക്തമാണ്. അങ്ങേരെന്തോ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചല്ലോ തടവുകാർക്കെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. ജുഡീഷ്യറിയെക്കുറിച്ച് അയാൾ വേവലാതിപ്പെടേണ്ടതില്ല എന്ന് കോടതി പറയുകയും ചെയ്യുന്നു. ബിസിനസ് നോക്കി നടത്തിക്കൊള്ളട്ടെ അയാൾ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്തരം വാദങ്ങൾ, കോടതിയുടെ ഇത്തരം പരാമർശങ്ങൾ തന്നെ കോടതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. അത്രമേൽ രൂക്ഷമായിട്ട് തന്നെയാണ് കോടതി ഈ കേസിനെ കാണുന്നത്. അത്രമേൽ നിശിതമായിട്ട് തന്നെയാണ് കോടതി ഇതിൽ വിമർശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിലിപ്പോൾ വാ തുറക്കരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന് ജിയോ പോൾ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു, അഡ്വക്കേറ്റ് ബോധിപ്പിച്ചിരുന്നു. എന്തായാലും അത്തരം ഹൈക്കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ നേരിയ രീതിയിലെങ്കിലും ഒരു ചിരി പടർത്തിയിട്ടുണ്ട് എന്നതാണ് അതിൽ പറയുന്നത്. ജഡ്ജിയും മറ്റെല്ലാവരും ഇത് കേട്ട് ചിരിച്ചു എന്ന് പറയുന്നു. എന്തായാലും പിരിമുറുക്കങ്ങൾക്കിടയിൽ പെടുന്ന ചില നിമിഷങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുകയാണ്. ബോബിക്ക് ഈ കടുത്ത രീതിയിൽ തന്നെ തങ്ങൾ തന്നെ അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളുന്നത്. കേസ് കോടതി പരിഗണിക്കുകയാണ്. ഇതിൽ കൃത്യമായ രീതിയിലുള്ളൊരു ഇടപെടൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്നൊരു ഉറപ്പ് തന്നെയാണ് നേരത്തെയും ഉണ്ടായിരുന്നത്. അത് ഒരു തരി പോലും ഇളവില്ലാത്ത രീതിയിൽ തന്നെ കോടതി നിലപാട് കർക്കശമാക്കിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്
ഇപ്പോൾ ഈ രീതിയിലേക്ക് മാപ്പ് പറയാൻ, ക്ഷമ ചോദിക്കാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറായിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്, സുവ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. തെറ്റുപറ്റിയെന്ന് ആവർത്തിച്ച ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുകയാണ് കോടതി. ഇതിൽ അതാണ് ഒരു നാവുപിഴയായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്ന് അഭിഭാഷകൻ പറയുമ്പോൾ കോടതി അത് അംഗീകരിക്കുമോ എന്നതുകൂടി എന്തായാലും അല്പസമയത്തിനൊക്കെ തന്നെ അറിയാൻ കഴിയും.